നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മന്ത്രിസഭാ രൂപീകരണം തുടങ്ങും മുമ്പേ സൗജന്യ യാത്രാ വാഗ്ദാനം പാലിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച പ്രവർത്തകർ തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള CPIM ചേരുംകുഴി ബ്രാഞ്ച് ഓഫീസിന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞു. SSLC പരീക്ഷാഫലം വന്നതിന് പിന്നാലെ വിദ്യാർത്ഥിനി തൂങ്ങിമരിച്ചു. ശക്തമായ ഇടിമിന്നലിൽ പാവറട്ടിയിലും വെങ്കടത്തിലും കനത്ത നാശനഷ്ടം. വാർത്തകൾ വിശദമായി. മന്ത്രിസഭാ രൂപീകരണം തുടങ്ങും മുമ്പേ സൗജന്യ യാത്രാ വാഗ്ദാനം പാലിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച പ്രവർത്തകർ തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. അധികാരത്തിലെത്തിയാൽ ഈ മാസം 15 മുതൽ KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പിലാകുമെന്ന് പ്രഖ്യാപിച്ച UDF സ്ത്രീകളെ വഞ്ചിച്ചെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പ്രതിഷേധത്തിന്റെ ഭാഗമായി മഹിളാ മോർച്ച പ്രവർത്തകർ KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര നടത്തി. മഹിളാ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് മിനി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ മഹിളാ മോർച്ച പ്രസിഡന്റ് ശീതൽ രാജ അധ്യക്ഷത വഹിച്ചു. BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ V ആതിര എന്നിവർ സംസാരിച്ചു. കൗൺസിലർമാരായ വിൻഷി അരുൺകുമാർ, പത്മിനി ഷാജി എന്നിവർ നേതൃത്വം നൽകി. നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള CPIM ചേരുംകുഴി ബ്രാഞ്ച് ഓഫീസിന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞു. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് പെട്രോൾ ബോംബ് എറിഞ്ഞത്. ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന നേതാക്കളുടെ ഫോട്ടോയിലേക്കാണ് പെട്രോൾ ബോംബ് പതിച്ചത്. തീയും പുകയും കണ്ട് സമീപവാസികൾ ഓടിയെത്തിയാണ് തീയണച്ചത്. ഒല്ലൂർ പോലീസ് കേസന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ കഞ്ചാവ് ലഹരി മാഫിയ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് CPM മണ്ണുത്തി ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ പറഞ്ഞു. കൂട്ടം വരുന്ന ക്രിമിനൽ, അതോടൊപ്പം തന്നെ കഞ്ചാവ് മാഫിയ സംഘങ്ങൾ കുറച്ച് നാളുകളായി ചേരുംകുഴി പ്രദേശത്ത് ജനജീവിതത്തിന് ഭീഷണിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് CPIM പ്രവർത്തകർക്ക് നേരെ ആക്രമണം സംഘടിപ്പിച്ചു. പിന്നീട് ഇന്നലെ രാത്രിയാണ് CPIMന്റെ ഓഫീസിന് നേരെ ബോംബ് ഉൾപ്പെടെ എറിഞ്ഞു. ഇവിടുത്തെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടി ഇത്തരം ആളുകളെ സംരക്ഷിക്കുന്ന ചില ആളുകൾ കൂടി ഈ പ്രദേശത്ത് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരം കഞ്ചാവ് ക്രിമിനൽ മാഫിയ സംഘങ്ങൾക്കും അതിനൊത്താശ ചെയ്യുന്നവർക്കുമെതിരെ ശക്തമായ SSLC പരീക്ഷാഫലം വന്നതിനു പിന്നാലെ വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ചു. കുണ്ടൂർ ചേനപ്പാറ കുന്നുമേൽ വിനീഷിന്റെയും ശ്രീനയുടെയും മകൾ വിസ്മയയാണ് മരിച്ചത്. കുഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്നു. പരീക്ഷയിൽ 4 വിഷയത്തിൽ A+ നേടി വിജയിച്ചിട്ടുണ്ട്. മ്യൂസിക് ആൽബത്തിന്റെ ഷൂട്ടിങ്ങിനെത്തിയ സംഘത്തിലെ ക്യാമറാമാൻ ചാലക്കുടി പുഴയിൽ മുങ്ങി മരിച്ചു. ചെന്നൈ സ്വദേശി 23 വയസ്സുള്ള പ്രവീണാണ് മരിച്ചത്. ചാലക്കുടി പുഴയിലെ കൊന്നപ്പുഴയിൽ ചാട്ടുകല്ലിത്തറ കടവിൽ വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു അപകടം. പ്രവീൺ അടക്കം 4 യുവാക്കളാണ് കുളിക്കാൻ ഇറങ്ങിയത്. നീന്തുന്നതിനിടെ പ്രവീൺ കയത്തിൽ താഴുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ആലപ്പുഴ സ്വദേശി അജിത്ത് ആദ്യം രക്ഷിക്കാൻ ശ്രമിച്ചു. അബോധാവസ്ഥയിലായ പ്രവീണിനെ മുതുകിൽ ചാരി പാറക്കെട്ട് ലക്ഷ്യമാക്കി നീന്തിയെങ്കിലും അജിത്തിന്റെ കൈകാലുകൾ കുഴഞ്ഞു. ഇതോടെ പ്രവീൺ വീണ്ടും വെള്ളത്തിലേക്ക് താഴ്ന്നു. ചാലക്കുടിയിൽ നിന്നെത്തിയ അഗ്നിശമന വിഭാഗം യുവാവിനെ കരക്കെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ശക്തമായ ഇടിമിന്നലിൽ പാവറട്ടിയിലും വെങ്കിടങ്ങിലും കനത്ത നാശനഷ്ടം. പൈങ്ങണിയൂർ തത്തുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന് സമീപം പണിക്ക വീട്ടിൽ വലിയ പറമ്പിൽ മുസ്തഫ, പുളിക്കൽ വീട്ടിൽ അസീസ്, വെങ്കിടങ്ങ് കെട്ടുങ്കലിൽ കറപ്പം വീട്ടിൽ കാസിം, പോക്കാകിലത്ത് മുനീർ, മതിലകത്ത് ബാപ്പു തുടങ്ങിയവരുടെ വീട്ടിലാണ് വ്യാപക നാശനഷ്ടം ഉണ്ടായത്. ഇടിമിന്നലിന്റെ ആഘാതത്തിൽ മുസ്തഫയുടെ വീടിന്റെ വാതിൽ തകർന്നു. ജനലിന്റെ കട്ടിളയും ചുമരും ടൈൽസും തകർന്ന നിലയിലാണ്. 6ഓളം ഫാനുകളും മോട്ടോറും മെയിൻ സ്വിച്ചും തകരാറിലായി. അപകട സമയത്ത് വീട്ടിൽ ആരുമില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. ഏകദേശം 50,000 രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു.
അസീസിന്റെ വീട്ടിലെ ഇൻവെർട്ടർ തകരാറിലായി. വെങ്കിടങ്ങിൽ കാസിമിന്റെ വീട്ടിലെ ഇലക്ട്രിക് മീറ്ററും മെയിൻ സ്വിച്ചും പൊട്ടിത്തെറിച്ചു. മുനീറിന്റെയും ബാപ്പുവിന്റെയും വീട്ടിലെ ഫാനുകളും ലൈറ്റുകളും തകരാറിലായിട്ടുണ്ട്. പാലപ്പള്ളി പുലിക്കണിയിൽ ബൈക്കിൽ മാനിടിച്ച് ദമ്പതികൾക്ക് പരിക്കേറ്റു. ടാപ്പിംഗ് തൊഴിലാളികളായ താഴത്തുപറമ്പിൽ നാസർ, ഭാര്യ ഐഷ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവരും ടാപ്പിങ്ങിന് പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച ഇതേ സ്ഥലത്ത് ബൈക്കിൽ കാട്ടുപന്നി ഇടിച്ച് 2 പേർക്ക് പരിക്കേറ്റിരുന്നു. വന്യജീവികൾ റോഡിലിറങ്ങുന്നത് തടയാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം EA ഓമന ആവശ്യപ്പെട്ടു. തൃക്കൂർ നെല്ലിച്ചുവട് ജിംനേഷ്യത്തിനു മുന്നിൽ യുവാവിനെ ചുറ്റിക തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. കോട്ടാപനമ്പിള്ളി നഗർ സ്വദേശിയായ സിറിലിനെയാണ് മരത്താക്കര സ്വദേശി ഡീനസ് ഡേവിസിനെ ആക്രമിച്ച കേസിൽ തെളിവെടുപ്പിനായി എത്തിച്ചത്. കൃത്യം നടന്ന സ്ഥലത്ത് പ്രതിയെ എത്തിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു. തുടർന്ന് ഇയാളെ പോട്ടയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ 8-ാം തീയതി രാത്രിയായിരുന്നു നാടിനെ നടുക്കിയ റിപ്പർ മോഡൽ ആക്രമണം നടന്നത്. അന്തിക്കാട് യുവതിയെ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. അന്തിക്കാട് വാട്ടർ ടാങ്കിന് സമീപം താമസിക്കുന്ന മരോട്ടിക്കൽ സുനിലിന്റെ ഭാര്യ 47 വയസ്സുള്ള സ്മിതയാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ഇവരുടെ വീടിന്റെ സമീപത്തുള്ള പഴയ വീട്ടിലെ ശുചിമുറിയിൽ നിന്ന് തീപടരുന്നത് കണ്ട് അയൽവാസികൾ ഓടിവരികയായിരുന്നു. ഇവിടെ സൂക്ഷിച്ചിരുന്ന വിറകിലേക്ക് പടർന്നു പിടിച്ച തീ കെടുത്തുന്നതിനിടയിലാണ് സ്മിതയെ ശുചിമുറിക്കകത്ത് തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃപ്രയാർ അർച്ചന സിൽക്സിലെ ജീവനക്കാരിയാണ്. അന്തിക്കാട് പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചേറ്റുവയിൽ ദേശീയപാതയിലെ മഴവെള്ളവും ചളിയും ഒലിച്ചിറങ്ങി ദുരിതത്തിലായി കുടുംബം. ചേറ്റുവ ദേശീയപാത 66 സമീപം താമസിക്കുന്ന കൊട്ടിലിങ്ങൽ റഫീഖിന്റെ വീട്ടിലാണ് റോഡിൽ നിന്നുള്ള ചളിവെള്ളം വീടിന്റെ അകത്തേക്ക് ഒഴുകിയെത്തിയത്. ഇതുമൂലം കുട്ടികൾ അടങ്ങുന്ന കുടുംബം ദുരിതത്തിലായി. വീടിന്റെ അകത്തും മുറികളിലും അടുക്കളയിലും ചളിവെള്ളം നിറഞ്ഞു. രാത്രിയിൽ ഉണ്ടായ ശക്തമായ മഴയിലാണ് മഴവെള്ളവും ചെളിയും സമീപ പ്രദേശത്തെ വീടുകളിലേക്കും കച്ചവട സ്ഥാപനങ്ങളിലേക്കും ഒലിച്ചിറങ്ങിയത്. ദേശീയപാത നിർമ്മാണ കരാർ കമ്പനി അശാസ്ത്രീയമായ രീതിയിൽ കാന നിർമ്മാണം നടത്തിയതാണ് പ്രദേശവാസികൾക്ക് ദുരിതത്തിനിടയാക്കിയതെന്നാണ് ആക്ഷേപം. ദേശീയപാതയ്ക്ക് സമീപം വെള്ളം ഒലിച്ചുപോകാൻ നിർമ്മിച്ചിട്ടുള്ള കാനയുടെ ഉൾഭാഗത്ത് അടിഞ്ഞുകിടക്കുന്ന മണലും മറ്റു അവശിഷ്ടങ്ങളും അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും റോഡിൽ നിന്നും ഒലിച്ചു വരുന്ന വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സൗകര്യം ഒരുക്കണമെന്നും കാനക്ക് മുകളിലെ ഹോളുകൾ തുറക്കാൻ അധികൃതർ തയ്യാറാവണമെന്നും പൊതുപ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ ആവശ്യപ്പെട്ടു. കൈപ്പമംഗലം മേഖലയിൽ വീണ്ടും കാട്ടുപന്നിയെ കണ്ടെത്തി. 3 പീടിക ബീച്ച് റോഡ് APJ അബ്ദുൽ കലാം റോഡിലുള്ള തറയിൽ ധന്യ അജയ്കുമാറിന്റെ വീട്ടുവളപ്പിലാണ് ഇന്ന് രാവിലെ കാട്ടുപന്നിയെ കണ്ടത്. കൈപ്പമംഗലം മേഖലയിലെ പല സ്ഥലങ്ങളിലും ഈയിടെയായി കാട്ടുപന്നികളെ കാണുന്നുണ്ട്. എത്രയും വേഗം ഇവയെ നിയന്ത്രിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിൽ A+ നേടി ഇരട്ട സഹോദരിമാർ. എളനാട് സെന്റ് ജോൺസ് ഹൈസ്കൂളിലെ അസ്നയും അഫ്നയുമാണ് നേട്ടം കൈവരിച്ചത്. എളനാട് തെക്കണയാർ കരിമാങ്കുഴി വീട്ടിൽ KV അബ്ബാസിന്റെയും സബിതയുടെയും മക്കളാണ് ഇവർ. SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ അഖില ജിജുവിന് അനുമോദനവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും ഫുൾ A+ നേടിയ അഖില ജിജുവിനെ വസതിയിലെത്തി അനുമോദിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ ഷാൾ അണിയിച്ച് അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി വിൻസെന്റ് കുണ്ടുകുളങ്ങര അധ്യക്ഷത വഹിച്ചു. ട്രഷറർ ഗോപാലകൃഷ്ണൻ, റിജു കണക്കന്തറ, സുഷിൽ ശിവാനന്ദൻ എന്നിവർ പ്രസംഗിച്ചു. ചക്കാലപ്പറമ്പിൽ ജിജു ജിനി ദമ്പതികളുടെ മകളും അന്തിക്കാട് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയുമാണ് അഖില. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിൽ കടക്കണം എന്നുള്ള കോഴ്സുകളാണ് എടുത്തത് അല്ലേ. അപ്പൊ അതൊക്കെ സെലക്ട് ചെയ്ത് ഇപ്പൊ നമുക്കറിയാം സാധനങ്ങളൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാവും അല്ലേ. നമ്മളെ പഠിപ്പിച്ച് വളർത്താനായിട്ട് കഷ്ടപ്പെടുന്ന മാതാപിതാക്കള്, അച്ചാച്ചനും അമ്മാമിയൊക്കെ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ എന്നും നിലകൊള്ളുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ആകെ ഒരാളല്ലോ. അപ്പോൾ ആ പ്രതി അപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് ഏറ്റവും നന്നായിട്ട് നല്ലൊരു മിടുക്കിയായിട്ട്, കാരണം കുടുംബത്തിനും സമൂഹത്തിനും മാതൃകയാവുന്ന രീതിയിൽ കൃത്യമായ സ്ഥലങ്ങളിലെത്തി നല്ല ജോലി സമ്പാദിച്ച് ഈ വീടിനും സമൂഹത്തിനും മാതൃകയാവുന്ന രീതിയിൽ ആവുന്ന വിദ്യാർത്ഥിനിയായി മാറട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് നാളുകളായിട്ടുള്ള ബന്ധമുണ്ട്. പക്ഷേ ഇങ്ങനൊരു അവസരം എനിക്ക് ഒരിക്കൽ കൂടി, പിന്നെ പ്രത്യേകിച്ച്
നമ്മൾ വളരുന്നത് നമ്മൾ വളർത്തുന്നതൊക്കെ മാതാപിതാക്കളും അതുമായി ബന്ധപ്പെട്ട ഗുരുതുല്യരായിട്ടുള്ള അധ്യാപകരും ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു സഹകരണം കൊണ്ടാണ് അല്ലേ. അപ്പോൾ അവരെ ഈ സമയത്ത് ഓർക്കുക, പിന്നെ നമ്മളെ സഹായിച്ച കൂട്ടുകാരികൾ, ആ പ്രദേശത്തുണ്ടായിരുന്ന എല്ലാവരും. അപ്പോൾ ഇനിയും നമുക്കറിയാം ഇന്നിപ്പോൾ സാധ്യതകളേറെയാണ്. കാരണം നമുക്ക് ഏത് കോഴ്സ് എടുത്ത് പഠിക്കണം. പണ്ട് ഞങ്ങളൊന്നും പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം നമുക്കുണ്ടായിരുന്നില്ല. എവിടേക്ക് തിരിയണമെന്ന് അറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയവർക്ക് അനുമോദനവുമായി 12ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി. താന്യം മണ്ഡലം കോൺഗ്രസ് 12ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും ഫുൾ A+ നേടിയ പ്രണവ് A, ആദിലക്ഷ്മി, നിവേദിത KS, സഹ്ല CM എന്നിവരെ വസതിയിലെത്തി അനുമോദിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ ഷാൾ അണിയിച്ചും മധുരം നൽകിയും അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സിദ്ദിഖ് കൊളത്തേക്കാട്ട് അധ്യക്ഷത വഹിച്ചു. റഷീദ് താന്യം, അജയൻ പറവത്ത് എന്നിവർ പ്രസംഗിച്ചു. ഗവൺമെന്റ് നളന്ദ ഹയർ സെക്കൻഡറി, സെറാഫിക് കോൺവെന്റ്, പഴുവിൽ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളായിരുന്നു 4 പേർ. പുത്തൂർ കാലടി റോഡിൽ കാന നിർമ്മാണത്തിനിടെ പാമ്പിനെ കണ്ടെത്തി. മണ്ണുമാന്തി ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്നതിനിടയിലാണ് പാമ്പിനെ കണ്ടത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മലമ്പാമ്പിനെ പിടികൂടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മന്ത്രിസഭാ രൂപീകരണം തുടങ്ങും മുമ്പേ സൗജന്യ യാത്രാ വാഗ്ദാനം പാലിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച പ്രവർത്തകർ തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള CPIM ചേരുംകുഴി ബ്രാഞ്ച് ഓഫീസിന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞു. SSLC പരീക്ഷാഫലം വന്നതിന് പിന്നാലെ വിദ്യാർത്ഥിനി തൂങ്ങിമരിച്ചു. ശക്തമായ ഇടിമിന്നലിൽ പാവറട്ടിയിലും വെങ്കടത്തിലും കനത്ത നാശനഷ്ടം. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.